റെയർ ആയിട്ടും വീഡ് ആയിട്ടുമുള്ള നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയുള്ള ചില ഡ്രിങ്ക്സ് പരിചയപ്പെടുത്താം. ഹലോ ഗൈസ്, കാർത്തിക് ആണ്. ഈ എപ്പിസോഡിൽ ഞാൻ ആഡ് ചെയ്യുന്നത് 6ഓളം ഡ്രിങ്ക്സ് ആണ് കേട്ടോ. ഇതിൽ എന്തിനാ കൊക്കക്കോള ആഡ് ചെയ്തെന്ന് വെച്ചാൽ ഇത് 120 രൂപയുടെ കൊക്കക്കോളയാണ്. നോർമലി നാട്ടിൽ കിട്ടുന്ന കൊക്കക്കോളയിൽ നിന്നും വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഈ കൊക്കക്കോളയ്ക്ക് ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. സൗദി അറേബ്യയിൽ നിന്ന് വന്ന മിലാഫ് കോള, ഇത് ഡേറ്റ്സ് വെച്ച് തയ്യാറാക്കുന്ന 0 ഷുഗറിലെ ഒരു ഐറ്റം ആണ് കേട്ടോ. 120 രൂപയ്ക്ക് ഇത് കേരളത്തിലും അവൈലബിൾ ആണ്. പ്രൈസിന് ഇത് വോത്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ടേസ്റ്റ് വൈസ് കുടിച്ചിരിക്കാം, അത്രേ ഉള്ളൂ. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. കഫീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണിത്. ഇതിന്റെ കളർ കോളേക്കാളും ഇത്തിരി ഡാർക്കാണ്. ഇത് അമേരിക്കാനോ കോക്കനട്ട് വാട്ടർ, അമേരിക്കൻ തേങ്ങ വെള്ളമാണ്. തേങ്ങാ വെള്ളമാണ്, കരിക്കൻ വെള്ളമല്ല, ഓർക്കുക. ഓക്കെ, ഇതിന്റെ മണവും രുചിയും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഒപ്പീനിയൻ അല്ല. ചിലപ്പോൾ ഇത് കുടിക്കുന്ന നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും. ഇതിനകത്ത് തേങ്ങയുടെ കൊത്തൊക്കെ ഉണ്ട് കേട്ടോ. ഈ സീരീസിൽ ഞാൻ കുടിച്ചിട്ട് വെറുത്തു പോയ ഒരേ ഒരു ഡ്രിങ്ക് ഇത് മാത്രമാണ്. ബട്ട് എന്നെ ഹാപ്പി ആക്കിയത് ഓൾഡ് ജമൈക്കയുടെ ഈ ഒരു ക്രീം സോഡയാണ് കേട്ടോ. നമ്മുടെ ഐസ്ക്രീം സോഡയല്ലേ, അത് തന്നെയാണ്. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പറായിട്ട് ഒരു സോഡയിൽ വാനില ഫ്ലേവർ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഓൾഡ് ജമൈക്കയുടെ ജിഞ്ചർ ബിയർ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലേവർ ബക്കാഡി ജിഞ്ചർ റമ്മിന്റെ കൂടെ ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ്. ഇത് ഗ്ലിൻഡറിന്റെ ഒരു സ്പാർക്ലിംഗ് സോഡയാണ്. ബ്ലൂബെറി ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്ലൂബെറിയുടെ ഫ്ലേവർ ആണെങ്കിലും ആനപ്പുളിഞ്ചിക്കയുടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വൈറ്റ് റം, വോഡ്ക പോലുള്ള ഡ്രിങ്കുകളിൽ മിക്സ് ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ. മോക്ടെയിൽസ് ഒക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്. നെക്സ്റ്റ് സീരീസിൽ ഏതൊക്കെ ഡ്രിങ്ക് കൊണ്ടുവന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേജ് ഒന്ന് ഫോളോ ചെയ്യുക.